നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റും. വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു വീഡിയോ സൈഡ് ഇട്ടിട്ടുണ്ട്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു വ്യത്യസ്തമായൊരു പ്രോഡക്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഇത് പക്ഷേ കുറച്ച് വീഡിയോസൊക്കെ ഹിന്ദിയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ മലയാളത്തിൽ ഇതിൻ്റെ വീഡിയോ വളരെ കുറവാണ്. അപ്പോൾ അതാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നൊരു മോണിറ്ററാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആക്ച്വലി മെയിൻ പർപ്പസ് ഡാഷ് ക്യാം ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 4.3 ഇഞ്ച് വരുന്ന ഒരു ഡാഷ് ക്യാം ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്കിത് വണ്ടിയുടെ കാറിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതിലുപരി വേറെ ഒരുപാട് മൾട്ടിപർപ്പസ് യൂസ് ഉണ്ട്. അതാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പരിചയപ്പെടുത്താൻ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗുണങ്ങൾ ഒന്നാമത്തെ കാര്യം, നമുക്കിത് നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ അത്യാവശ്യം ഒരു മോണിറ്ററിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം CD പ്ലെയറിൻ്റെ ഔട്ട് ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ മോണിറ്റർ പാട്ട് സെലക്ട് ചെയ്യാനും അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ ഈ കേബിൾ TVയുടെയൊക്കെ അതേമാതിരി നമ്മുടെ ഈ ഡിഷിൻ്റെയൊക്കെ അതിനൊക്കെ പോകുമ്പോഴേക്കും അത് മേളിൽ നമ്മൾ ഈ ഇതിൻ്റെ ഔട്ട് ചെക്ക് ചെയ്യാനായിട്ട്, അത് ഡിഷ് ട്യൂൺ ചെയ്യുന്ന സമയത്ത് ഔട്ട് ചെക്ക് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാം. കാരണം DC 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിനകത്ത് 2 ക്യാമറ ഇന്നും വരുന്നൊരു ഓപ്ഷനുണ്ട്. 2 വീഡിയോ ഇന്നും വരുന്ന ഓപ്ഷനുണ്ട്. 12 വോൾട്ട് DC കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതൊരു TFT ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇന്ന് വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഒരു 800 രൂപ റേഞ്ചിൽ ആണ് എനിക്ക് കിട്ടിയത്. പല സമയത്ത് പല ഓഫറാണ്. അപ്പോൾ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നിങ്ങൾ കയറിയിട്ട് 4.3 ഇഞ്ച് ഡാഷ് ക്യാം ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംമാരുണ്ട്. ഇഷ്ടംപോലെ ചില സമയത്ത് നല്ല ഓഫറിലൊക്കെ വരും. അപ്പോൾ നമ്മുടെ ചാനൽ നമുക്കറിയാം, AV റിസീവർ, ആംപ്ലിഫയർ, പ്രൊജക്ടേഴ്സ് പോലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ഇതാണ് അതിൻ്റെ സ്പെക്ക് കാര്യങ്ങളുടെ കാർസെക്സ് എന്നൊരു ബ്രാൻഡാണ് ഞാൻ വാങ്ങിയത്. ഇതിന് സ്പെക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. DC 12 വോൾട്ട് കൊടുത്താൽ മതിയാവും. ജസ്റ്റ് നമുക്കിത് അഴിച്ചു നോക്കാം. വയ്ക്കുമ്പോൾ അതിനകത്ത് ആദ്യമായിട്ടൊരു യൂസർ മാനുവലാണ് വരുന്നത്. ഇൻപുട്ട് കൊടുക്കുമ്പോൾ മാത്രമേ ഇത് ഓണായി വരുള്ളൂ. നമ്മൾ ഔട്ട് കൊടുത്ത് ഇന്ന് കൊടുത്താൽ നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇന്ന് വരുമ്പോൾ മാത്രമേ ഇത് ഓണാവുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു പാക്കിംഗ് ബോക്സിലാണ് ഇത് വരുന്നത്. നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ക്രീൻ വരുന്നത്. 4.3 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. 4.3 ഇഞ്ചാണ് സൈസ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് കാറിൽ വെക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഇത് റൊട്ടേറ്റബിൾ ആണ്. ഈ ഒരു ഭാഗം കൊണ്ട് നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഈ DC കണക്ട് ഒരു പിന്നും വരുന്നുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ക്യാമറ വരുന്ന മോഡലല്ല ഞാൻ വാങ്ങിയത്. കാരണം എനിക്കിത് ക്യാമറയുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് എൻ്റെ ഉപയോഗം വണ്ടിയിൽ വയ്ക്കുക എന്നുള്ളതല്ല. ക്യാമറ വരുന്ന മോഡലും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് എനിക്ക് ജസ്റ്റ് പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊരു മോണിറ്റർ ഔട്ട് കിട്ടാനായിട്ട്, ഇപ്പം പാട്ടൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് വേണ്ടി ആ ഒരു ഉദ്ദേശത്തിലാണ് ഇത് വാങ്ങിയത്. അപ്പം എൻ്റെ ഉദ്ദേശം അതാണ്. അപ്പോൾ എനിക്കിതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വരുന്നത് ഇത്രേ വരുന്നുള്ളൂ. നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ക്ലാരിറ്റി എന്നുള്ള കാര്യമൊക്കെ. കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി DC 12 വോൾട്ട് ഞാനൊരു അഡാപ്റ്റർ വെച്ചിട്ട് DC 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് DVD പ്ലെയറിൻ്റെ നമ്മൾ പാട്ട് കേൾക്കാനായിട്ട് ഹൈഫൈ സിസ്റ്റം, അതായത് പാട്ട് കേൾക്കാനായിട്ട് അപ്പോൾ എനിക്ക് ട്രാക്ക് സെലക്ട് ചെയ്യാൻ എൻ്റെ ഉദ്ദേശം. നമ്മൾ പവർ നിലവിൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ പവർ ഓൺ ആണെങ്കിൽ നമ്മുടെ സ്ക്രീനിലൊന്നും കാണില്ല. അപ്പോൾ നമ്മുടെ പ്ലെയർ ഓൺ ആകുമ്പോഴത്തേക്കും വീഡിയോയുടെ ഔട്ട് ചെല്ലുമ്പോഴത്തേക്കാണ് ഇത് ഓൺ ആവുക. ഓൺ ആയിട്ടുണ്ട്. നമ്മുടെ DVD പ്ലെയർ ഓൺ ആകുമ്പോൾ തന്നെ അതും ഓൺ ആയിട്ടുണ്ട്. അപ്പം എൻ്റെ ഉദ്ദേശം ഇതായിരുന്നു, നമുക്ക് പാട്ട് സെലക്ട് ചെയ്യുന്നുള്ളതാണ് ഉദ്ദേശം. അത്യാവശ്യം നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റും. ഞാനൊരു വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്തിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഒരു വീഡിയോ സൈഡ് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. നമ്മളൊരു ചെറിയൊരു മോണിറ്റർ ആണെങ്കിലും നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഒരു പർപ്പസ്. മെയിനായിട്ട് എൻ്റെ പാട്ട് ട്രാക്ക് സെലക്ട് ചെയ്യുന്നുള്ളതായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു എന്താ പറയുക ഒരു ഇതാണ്. നമുക്ക് നല്ല അത്യാവശ്യം ഒരു ചെറിയൊരു മൂവി കാണാനായാലും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാനൊക്കെ ഇതിന് ഉപകരിക്കും. അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ പോയിട്ട് 4.3 ഇഞ്ച് ഡാഷ് സ്ക്രീൻ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങൾക്ക് ലഭിക്കും. അത്യാവശ്യം അപ്പോൾ ഞാൻ ഒരുപാട് മോഡൽസ് ഉണ്ട്, ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് മോഡൽ സെലക്ട് ചെയ്യാം. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ് അവിടെ. നമുക്കൊരു മെയിനായിട്ട് നമ്മൾ പാട്ടൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് ഇപ്പം വലിയ TVയുടെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെറുതായി സെപ്പറേറ്റ് നമ്മൾ പാട്ട് ചെറിയ റൂമിൽ വെച്ച് കേൾക്കുക, അല്ലെങ്കിൽ TVയുടെ അടുത്തല്ല നമ്മുടെ ഓഡിയോ സിസ്റ്റം ഇരിക്കുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.